കണിമംഗലത്ത് നിന്ന് ഒരാളാണ് പ്രിയങ്കയെ കൊന്നതെന്ന് പോലീസിന് നിർബന്ധം ഉണ്ടെങ്കിൽ ആ കുറ്റം ഞാനങ്ങ് ഏറ്റെടുത്തോളേ ഏട്ടാ. അതെ, ഈ കുറ്റം മാത്രമേ ഏറ്റെടുക്കുന്നുള്ളൂ? അല്ല, നാട്ടിലുള്ള വേറെ വല്ല കൊലപാതകങ്ങളും ഏറ്റെടുക്കാൻ ഉദ്ദേശമുണ്ടോ? സ്വന്തം ജീവിതം ഇല്ലാതാക്കിയിട്ട് അനുജന് കൂട്ടു നിൽക്കൊന്നും വേണ്ട. തെറ്റ് ചെയ്തത് ആരായാലും അവര് ശിക്ഷിക്കപ്പെടണം. പകരം വേറെ ആള് വേണ്ട. കൽപ്പന, താനാകത്തോ? എന്തിന്? എനിക്ക് എന്റെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കണ്ടേ? വരുൺ, ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. നീയും പ്രിയങ്കയും തമ്മിലുള്ള പ്രശ്നത്തില് സൂര്യ ഇല്ലായിരുന്നു. പിന്നെ ആ ബോഡി ദഹിപ്പിക്കാൻ കൂട്ടുന്നതും സൂര്യ ചെയ്ത മണ്ടത്തരം. അതിന്റെ പേരില് ഈ പാവപ്പെട്ട മനുഷ്യനെ ശിക്ഷിക്കരുത്. നീ മിണ്ടാതിരിക്കുക കൽപ്പനെ. പോലീസുകാരെ വെറുതെ ഇരിക്കാനൊന്നും പോകുന്നില്ല. കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ അവർക്കറിഞ്ഞൂടെ? അവസാനം എല്ലാം വെളിച്ചത്ത് വരുമ്പോ ഈ പറഞ്ഞവരൊക്കെ കണിമംഗലത്തുണ്ടായാ മതി. ഉർവശി, ഈ യുദ്ധമൊക്കെ നടക്കുമ്പോഴേ ശവങ്ങള് വീഴുന്നത് നോക്കി കഴുകന്മാർ പറന്ന് നടക്കുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ സ്വന്തം കുടുംബത്തിൽ ആരെങ്കിലും ചത്തുകിടന്നാ കഴുകന്മാര് പോലും നോക്കാറില്ല. നിന്നെക്കൊണ്ട് അതിനെ പറ്റൂ. എന്റെ മക്കള് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അത് പറഞ്ഞത് തന്നെയാ. അതുകൊണ്ട് അവരെ പോലീസ് പിടിക്കും, നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും എന്നൊക്കെ ഒരാളും കരുതണ്ട. പിന്നെ ശവശരീരം രഹസ്യമായി കത്തിച്ചതിന്റെ പേരിലാണ് ഇവരകത്തു പോകുന്നുണ്ടെങ്കിലേ നിന്റെ ഭർത്താവും ഉണ്ട് കൂട്ട്. വെറുതെ തീക്കൊള്ളി വെച്ച് തല ചൊറിയല്ലേ മോളെ. ഓ, വലിയ വലിയ വാക്കുകൾ പറഞ്ഞ് കോട്ട കെട്ടി ഇവിടെ ഇരുന്നോ. അവസാനം ആരെങ്കിലും വന്ന് ഈ കോട്ട തകർക്കും. അകത്ത് കയറി കുറ്റം ചെയ്തവരാരാണെങ്കിലും അവരെ പിടിച്ചോണ്ട് പോവുകയും ചെയ്യും. വാചറിയമേ. സൂക്ഷിക്കേണ്ടതേ ഇവരെയാടാ. ഒന്നും പറ്റിയില്ലെങ്കില് ഇവര് തന്നെ നിന്നെ ഒറ്റിക്കൊടുക്കും. അതിന് അവരിൽ നിന്ന് നമ്മൾ നല്ലതൊന്നും പ്രതീക്ഷിക്കുന്നില്ല മുത്തശ്ശി. പിന്നെന്താ? എന്താന്ന് വെച്ചാൽ അവർ ചെയ്യട്ടെ, അല്ലേ ഏട്ടാ? എനിക്കൊരു പരിഭ്രമമില്ലടാ. പ്രിയങ്കയുടെ കേസ് നല്ല രീതിക്ക് അന്വേഷണം നടക്കണം തന്നെയാണ് ഞാനും പ്രാർത്ഥിക്കുന്നേ. അവളെ കൊന്നത് ആരായാലും അവര് വെളിച്ചത്ത് വരണമല്ലോ.